ഹായ് എവരിവൺ, ഇന്ന് നമുക്കൊരു നാടൻ മട്ടൻ കറി തയ്യാറാക്കാം. ഈ മട്ടൻ കറിയിൽ ഞാനിവിടെ സവോളയുടെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വലിയ സവോള, അതിൻ്റെ കൂടെ ഒരു 20 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി കുറച്ച് വലിപ്പം കൂടുതലായത് കാരണം ഞാനൊരു 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ചെറിയ സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ഇട്ടാൽ മതിയാവും. ആ കറിയിൽ കിടന്ന് നന്നായിട്ട് വെന്തോളും. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതിലേക്ക് സവോള, ഒരു വലിയ സവോള അരിഞ്ഞതും ചെറിയ ഉള്ളിയും ചേർക്കാം. ഇത് ചെറുതായി ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കുക. ആ തക്കാളി സവോളയുടെ കൂടെ നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം, അതുവരെ വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കുക. 1/4 കിലോ മട്ടണാണ്, അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ കറി ഞാൻ പാനിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മട്ടണ് അധികം വേവില്ലാത്തത് കാരണമാണ് ഞാൻ ഈ പാനിൽ ഇത് ചെയ്യുന്നത്. അല്ല, നല്ല വേവുള്ള മട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കറി നന്നായിട്ട് കുറുകി മട്ടൺ വേവുന്നത് വരെ കുക്ക് ചെയ്യാം. നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ചാറ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, മട്ടണും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല നാടൻ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.